Hey guys, I'm Aishwarya and welcome back to my YouTube channel. ഇത് നമ്മുടെ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ എങ്ങനെ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതിനെ പറ്റിയിട്ടാണ്. കാരണം കുറേ പേർക്ക് ചിലപ്പോൾ ഇത് അറിയുമായിരിക്കും, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നുള്ളത്. അപ്പോൾ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്തിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്, അതായത് എന്തിനെ പറ്റിയിട്ടാണ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് അതിനെ പറ്റി വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഇതുപോലൊരു പ്ലസ് ഐക്കൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വീഡിയോയും ഷോർട്സും എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ നിന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴത്ത് കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ കാണുന്ന ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തംബ്നെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. എങ്ങനെയാണ് വെരിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് എ ടൈറ്റിൽ എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് വീഡിയോയ്ക്ക് എന്ത് ടൈറ്റിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടി ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എന്ത് ഡിസ്ക്രിപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല ഹാഷ് ടാഗോ അതുപോലെ കീവേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ താഴത്ത് കാണുന്ന വിസിബിലിറ്റി എന്ന് വേണ്ടിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 3 എണ്ണം കാണാൻ പറ്റും: പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. അതായത് നമ്മുടെ വീഡിയോ നമുക്ക് പബ്ലിക്കായിട്ടും അതുപോലെ പ്രൈവറ്റ് ആയിട്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത വശം എല്ലാ വ്യൂവേഴ്സിനും അത് കാണാൻ പറ്റും. പ്രൈവറ്റോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് നമുക്ക് മാത്രമായിരിക്കും ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അൺലിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും യൂട്യൂബ് എടുത്തിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ആ വീഡിയോ പബ്ലിക് ആക്കി കൊടുത്താൽ മതി. അതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് താഴത്ത് ഷെഡ്യൂൾ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റും ടൈമൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഈ ഒരു ഡേറ്റിന് ഈ ഒരു ടൈമിന് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആ ഒരു ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ ടൈമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് 22-ാം തീയതി മെയിൽ 5 മണിക്ക് അപ്ലോഡ് ആവുന്ന തരത്തിൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് ഓഡിയൻസ് വേണ്ട ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് വേണ്ട ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബിഗിനർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഇനി താഴത്ത് കാണുന്ന അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് അറിയേണ്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.